ഹലോ ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമാണോ എല്ലാവർക്കും? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് 4th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഏറ്റവും ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്താണ്? ബിയോണ്ട് ഫിയർ. എന്താണ് ബിയോണ്ട് ഫിയർ? മിസ്സിൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പോൾ ആ ഒരു പേജ് നമ്മൾ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ഒരു പിക്കാണ്. ഈ പിക്കിൽ ആരാണുള്ളത്? യെസ്, മഴ പെയ്തിട്ട് ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? റോഡിലേക്ക് മറിഞ്ഞു വീണ മരം മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഒരിക്കലും ആ കുട്ടിക്ക് മാറ്റാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ എന്നിട്ടും ആ കുട്ടി എന്തിനാണ് അങ്ങനെ ശ്രമിക്കുന്നത്? യെസ്, ആ കുട്ടി അങ്ങനെ ശ്രമിക്കുമ്പോൾ ആ ചുറ്റുമുള്ള ആളുകൾ എന്ത് ചെയ്യും? തീർച്ചയായും ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ഹീറോസിനെ കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഒരു റിയൽ ഹീറോ എന്ന് പറയുന്നത് ആരാണ്? ശരിക്കും ആരാണ് ഒരു റിയൽ ഹീറോ എന്ന് പറയുന്നത്? യെസ്, എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത് ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. ഒരു യഥാർത്ഥ ഹീറോ എന്ന് പറയുന്നത് അയാളുടെ സ്ട്രെങ്ത്തിനെ നോക്കിയിട്ടാണോ, അയാൾ ഭയങ്കര മുസൽമാനാണ്, ശക്തിമാനാണ്, സ്ട്രെങ്ത് ഉള്ള ആളാണ് എന്ന് നോക്കിയിട്ടാണോ ഒരാൾ ഹീറോ ആവുന്നത്? അല്ല, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എബിലിറ്റി ആർക്കാണോ ഉള്ളത് അയാളാണ് എന്ത്? ഒരു യഥാർത്ഥ ഹീറോ. ഇതാരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെ. ഒക്കെ സ്റ്റോറിയിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മദർ തെരേസയും ഗാന്ധിജിയും അല്ലേ, ഫ്ലഡിൽ അകപ്പെട്ട ഒരാളെ രക്ഷിക്കുന്ന ആളുകളും ഒക്കെയാണ് ഉള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്താണ്? നമ്മൾ ഹീറോസ് ആയിട്ട് കാണുന്ന ആളുകളാണ്. ഓക്കെ, അപ്പോൾ വൈ ഡസ് വി റിമെമ്പർ ദം ആസ് ഹീറോസ്? എന്തുകൊണ്ടാണ് നമ്മൾ അവരെ ഹീറോസ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അവർക്ക് ഒരു മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടല്ലേ? അവർക്ക് എന്തോ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മളവരെ ഹീറോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്. കറേജ് മീൻസ് എന്താണ്? ധൈര്യം. ചെറിയ കൈകളിലെ വലിയ ധൈര്യം എന്നാണ്. അപ്പോൾ ചെറിയൊരു ലിറ്റിൽ ഹീറോൻ്റെ സ്റ്റോറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കിയാൽ അടിപൊളിയായിട്ടുള്ളൊരു പിക്ചർ ഉണ്ട് അല്ലേ? പിക്ചറിൽ 2 കുട്ടികൾ കളിക്കുന്നുണ്ട്. അതാരായിരിക്കാം? ഒന്നുകിൽ ബ്രദർ ആൻഡ് സിസ്റ്റർ ആയിരിക്കാം. ഓക്കെ, ബ്രദർ ആൻഡ് സിസ്റ്റർ ആയിരിക്കാം. ഓക്കെ, അപ്പം അവരെന്ത് ചെയ്യാണ്? അവർ കളിക്കുകയാണ്. അത് ആരൊക്കെയാണ്? ബ്രദർ ആൻഡ് സിസ്റ്റർ ആണോ അതല്ലെങ്കിൽ അവർ ഫ്രണ്ട്സ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, ഫൺ ടൈം. ഓക്കെ, ഫസ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഫൺ ടൈം. ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഐസക് were playing in the backyard of their house. ദിൽനയും ദിൽനയുടെ ലിറ്റിൽ ബ്രദർ പേരെന്താണ്? ഐസക്. അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്? ബാക്ക്യാർഡ് ഓഫ് ദെയർ ഹൗസ്. അവർ കളിക്കുകയാണ്. ബാക്ക്യാർഡ് മീൻസ് പുറകുവശത്തെ മുറ്റം. വീടിൻ്റെ പുറകുവശത്തെ മുറ്റത്തിരുന്നിട്ട് അവരെന്ത് ചെയ്യാണ്? അവർ രണ്ടുപേരും കളിക്കണം. ആ പിക്ചറാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ദിൽന ലുക്ക്ഡ് അപ്പ് അറ്റ് ദി സ്കൈ ആൻഡ് സെഡ്. ദിൽന എന്ത് ചെയ്തു? സ്കൈയിലേക്ക്, ആകാശത്തേക്ക് നോക്കി എന്നിട്ട് പറയാണ്, ഐസക് വി ഷുഡ് ഗോ ഇൻസൈഡ്, ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. ഐസക്, എനിക്ക് തോന്നുന്നു മഴ വരുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? അകത്തേക്ക് പോവാം. അപ്പോൾ ഐസക് യെസ് നോഡഡ് മീൻസ് തലയാട്ടി. ഐസക് പറയാണ് ലെറ്റ്സ് ഗോ. ഓക്കെ, നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവർ തലയാട്ടിയിട്ട് എന്ത് ചെയ്തു? അകത്തേക്ക് ഓടുന്നു. ബോത്ത് ഓഫ് ദം ക്വിക്ലി റാൻ ഇൻ ടു ദി ഹൗസ്. ദേ വെന്റ് സ്ട്രേറ്റ് ടു ദി കിച്ചൺ ആൻഡ് സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദി ടേബിൾ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവരകത്തേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ കിച്ചണിലേക്കാണ് നേരെ പോകുന്നത്. അവിടെ ഒരു പ്ലേറ്റ് കുക്കീസ് വെച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നു? അതെടുത്ത് കഴിക്കാൻ തുടങ്ങണം. നമുക്ക് നോക്കാം, ഒരു കുക്കീസ് എടുത്ത് കഴിക്കുന്നത് നോക്കാം. കണ്ടില്ലേ? നോക്കി, അവർ കിച്ചണിലെത്തി. അവരെന്ത് ചെയ്യുന്നു? കുക്കീസ് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. Cookies, Isaac said with a big smile as he grabbed one. ഐസക് എന്ത് ചെയ്തു? വലിയൊരു ചിരിയോടുകൂടി എന്ത് ചെയ്തു? ഐസക് അതെടുത്തിട്ട് ഇങ്ങനെ ഐസക്കിന് കുക്കീസ് കണ്ടപ്പോൾ എന്തായി? ഭയങ്കര സന്തോഷമായില്ലേ? എന്നിട്ട് അവൻ്റെ അടുത്ത് കഴിക്കാൻ തുടങ്ങി. ദിൽന ടു ഗ്രാബ്ഡ് എ കുക്കി. ദിൽന എന്ത് ചെയ്തു? കുക്കി എടുത്ത് കഴിക്കാൻ തുടങ്ങി. മോം, ഇറ്റ്സ് റെയിനിങ്, ഐസക് ഷൗട്ടഡ്. ദെയർ വാസ് നോ റിപ്ലൈ. അമ്മേ, മഴ പെയ്യുന്നുണ്ട് എന്ന് ആര് പറയാണ്? ഐസക് പറയാണ്. അപ്പോൾ ഐസക് ഉറക്ക ഉച്ചത്തിൽ വിളിച്ച് പറയാണ്. നമ്മൾ സാധാരണ മഴ പെയ്യുമ്പോൾ അമ്മമാരോട് പറയൂലേ, മഴ പെയ്യുന്നുണ്ടെന്ന് പറയും. ഐസക് ഉറക്കെ വിളിച്ച് പറയാണ്. ആ സമയത്ത് എന്താണ്? അമ്മ റിപ്ലൈ തരുന്നുണ്ടോ? ഇല്ല. ദെയർ വാസ് നോ റിപ്ലൈ. അവിടുന്ന് റിപ്ലൈ ഒന്നും ഇല്ല. അപ്പം അമ്മക്ക് എന്താ സംഭവിച്ചത്? നമുക്കറിയില്ല. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ പേജിൻ്റെ തൊട്ട് താഴെയായിട്ട്. കുട്ടികൾ വേർ ദ ചിൽഡ്രൻ പ്ലേയിങ്. എവിടെ നിന്നാണ് കുട്ടികൾ കളിച്ചിരുന്നത്? എവിടെ നിന്നാണ്? ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദി റെയിൻ? നമുക്ക് മഴയിൽ കളിക്കാൻ ഇഷ്ടമാണോ? അപ്പോൾ ഒരു മഴ അനുഭവം, ഒരു റെയിനി ഡേ എക്സ്പീരിയൻസ് എഴുതാൻ വേണ്ടിയിട്ട് മിസ് വർക്ക് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെയർ വാസ് നോ
റിപ്ലൈ ഫ്രം മദർ. വാട്ട് മേ ബി ദ റീസൺ? അമ്മയുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഒന്നും ഉണ്ടായില്ല. എന്താണ് അതിന് കാരണം? എന്തായിരിക്കാം? എന്താ നമുക്ക് അറിയില്ല അല്ലേ. അമ്മ ചിലപ്പം എങ്ങോട്ടെങ്കിലും പോയി കാണാൻ, വീട്ടിലുണ്ടാവില്ല അല്ലേ. നമുക്ക് ഗസ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് പേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് എന്താണ് സംഭവിച്ചത് എന്ന്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നോക്കിയേ, അമ്മ എന്താ ചെയ്യുന്നത്? Tears of fear, tears of fear. Then they ran to the living room. Mother was lying on the floor. അവര് ലിവിങ് റൂമിലേക്ക് വന്നപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഫ്ലോറിൽ ലൈങ്, നിലത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് അല്ലേ. ലിവിങ് റൂമിലേക്ക് വന്നപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ലൈങ് ഓൺ ദി ഫ്ലോർ. അമ്മ നിലത്തിങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്ക് എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഓക്കെ, മോം ദിൽന കോൾഡ് ലൗഡ്ലി. അമ്മേ എന്ന് ദിൽന എന്ത് ചെയ്തു? ഉറക്കെ വിളിക്കുകയാണ്. ഓക്കെ, മോം ദിൽന കോൾഡ് ലൗഡ്ലി. അമ്മേന്ന് ഉറക്കെ വിളിക്കുകയാണ്. ഷി ഡിഡ്ന്റ് ആൻസർ. അവരെന്ത് ചെയ്യുന്നില്ല? ആൻസർ ചെയ്യുന്നില്ല. വൈ ഈസ് മോം ലൈങ് ഓൺ ദി ഫ്ലോർ? ഷീ സ്ലീപ്പിംഗ്. അമ്മ എന്തുകൊണ്ടാണ് പിന്നെ ഫ്ലോറിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നത്? അമ്മ ഉറങ്ങുകയാണോ എന്ന് ആരാ ചോദിക്കുന്നത്? ഐസക് ചോദിക്കുകയാണ്. ഐസക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ. ഐസക് എന്ത് ചെയ്തു? സിസ്റ്ററിനോട് ചോദിച്ചു. ഓക്കെ, ഡോണ്ട് വറി ഐസക്, ഷീ വിൽ ബി ഓക്കെ. ഡോണ്ട് വറി ഐസക്, കുഴപ്പമില്ല ഐസക്കെ, അമ്മ ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ദിൽന ട്രൈങ് ടു കൺസോൾ ഹിം. അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ദിൽന റെസ്റ്റ് ടു ഹെർ മദേഴ്സ് സൈഡ് ആൻഡ് ഷൂക്ക് ഹെർ ജെന്റ്ലി. ദിൽന എന്ത് ചെയ്തു? രണ്ട് ഭാഗത്തേക്കും അമ്മയെ ഇങ്ങനെ റഷ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ജെന്റ്ലി, വളരെ സാവകാശം റഷ് ചെയ്തിട്ട് അമ്മയെ ഇങ്ങനെ കുലുക്കി വിളിക്കുകയാണ്. മോം പ്ലീസ് വേക്ക് അപ്പ്. അമ്മയെ ഒന്ന് എഴുന്നേൽക്കമ്മേ. ദിൽന ബെഗ്ഡ്. ബെഗ്ഡ് മീൻസ് എന്താണ്? ബെഗ്ഗർ, യാചിക്കുക. ദിൽന ബെഗ് ചെയ്തു, അമ്മ ഒന്ന് എണീക്കുക അമ്മ എന്ന് പറഞ്ഞു. ബട്ട് ഷീ ഡിഡിന്റ് മൂവ്. പക്ഷെ അമ്മ എണീച്ചോ? ഇല്ല. ദിൽന ട്രൈഡ് അഗെയിൻ, ഷേക്കിംഗ് ഹെർ എ ലിറ്റിൽ ഹാർഡർ, ബട്ട് ഷീ സ്റ്റിൽ ഡിഡിന്റ് റെസ്പോണ്ട്. അമ്മയെ ഒന്ന് എണീക്കുന്നു പറഞ്ഞിട്ട് എന്ത് ചെയ്തു? വീണ്ടും അമ്മേനെ എങ്ങനെയാണ് പിന്നെ വിളിക്കുന്നത്? എങ്ങനെയാണ്? യെസ്, ഷേക്കിംഗ് ഹെർ എ ലിറ്റിൽ ഹാർഡർ. ആദ്യം ജെന്റ്ലി, സാവകാശമായിരുന്നു. പിന്നെ കുറച്ച് ഉറക്കെ എന്ത് ചെയ്യാണ്? അമ്മയെ ഇങ്ങനെ ഷേക്ക് ചെയ്ത് വിളിക്കുകയാണ്, കുലുക്കി വിളിക്കുകയാണ് കേട്ടോ. ബട്ട് ഷീ സ്റ്റിൽ ഡിഡിന്റ് റെസ്പോണ്ട്. ഐസക്സ് ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്. അപ്പം എന്ത് ചെയ്യുന്നില്ല? അമ്മ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഐസക്കിൻ്റെ കണ്ണുകളൊക്കെ ഫിൽഡ് വിത്ത് ടിയേഴ്സ്. എന്താണ്? ഐസക്കിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞ് തുളുമ്പാൻ തുടങ്ങി. ഐസക്ക് ചെറിയ കുട്ടിയാണ്, അപ്പം ഐസക്കിന് പേടിയാവൂല്ലേ? യെസ്, നോക്കാം. അവിടെ അതിനെ ബേസ് ചെയ്തിട്ടുണ്ട്, ആ പേജിനെ ബേസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. വാട്ട് വുഡ് ഹാപ്പൻ ടു ദി മദർ? അമ്മക്ക് എന്തായിരിക്കും സംഭവിച്ചത്? എന്തായിരിക്കാം? ഒന്നുകിൽ അമ്മ തലകറങ്ങി വീണിട്ടുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ എന്താ സംഭവിച്ചത്? നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് നോക്കാം. വാട്ട് ഡിഡ് ദിൽന ഡു വേക്ക് ഹെർ മദർ അപ്പ്? അമ്മയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ദിൽന എന്തൊക്കെയാണ് ചെയ്തത്? ദിൽന ആദ്യം കോൾഡ് ലൗഡ്ലി അല്ലേ. ദിൽന കോൾഡ് ലൗഡ്ലി ടു ഹെർ മദർ. പിന്നെന്ത് ചെയ്തു? ദിൽന റെസ്റ്റ് ടു ഹെർ മദർ സൈഡ് ആൻഡ് ഷൂക്ക് ഹെർ ജെന്റ്ലി. പിന്നെ എന്ത് ചെയ്തു? ഷേക്കിംഗ് ഹെർ എ ലിറ്റിൽ ഹാർഡർ. ഓക്കെ, ആദ്യം മെല്ലെ തട്ടി വിളിച്ചു. പിന്നെ എന്ത് ചെയ്തു? കുറച്ച് ലിറ്റിൽ ഹാർഡർ ആയിട്ട് എന്ത് ചെയ്തു? വിളിച്ചു. വാട്ട് വിൽ ദിൽന ആൻഡ് ഐസക് ഡു നെക്സ്റ്റ്? ദിൽനയും ഐസക്കും അടുത്തതായിട്ട് എന്താണ് ചെയ്യുക? എന്താ ചെയ്യുക? നമുക്കറിയില്ല, നോക്കാം. ഓക്കെ, ദെൻ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് പേജ്. ദ കറേജ്. ലിറ്റിൽ ഹാൻഡ് ബിഗ് കറേജ് എന്നായിരുന്നു നമ്മൾ ഫസ്റ്റ് ഹെഡിങ്. അപ്പോൾ നമ്മൾ കറേജിന്റെ മീനിങ് അവിടെ പറഞ്ഞതാണ്. എന്താണ് കറേജ് മീൻസ്? എന്താണ്? ധൈര്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജ് നോക്കാം. ദിൽന വാസ് ഓൺലി 8 years old. ദിൽനക്ക് എത്ര വയസ്സായി? 8 years old. ബട്ട് ആസ് ദ എൽഡർ ചൈൽഡ് ഷീ ഹാഡ് ടു ഡു സംതിങ്. ചെറിയ മൂത്ത കുട്ടി എന്നതൊക്കെ, എൽഡർ വീട്ടിലെ മുതിർന്ന കുട്ടി. ദിൽനയുടെ അനിയനാണ് ആര്? ഐസക്. അപ്പോൾ മുതിർന്ന കുട്ടി എന്ന നിലക്ക് ഷീ ഹാഡ് ടു ഡു സംതിങ്. ഓക്കെ, അവൾക്ക് എന്തായാലും എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഷീ ഫെൽറ്റ് സ്കെയർഡ്. ഷീ ന്യൂ ഹാഡ് ടു സ്റ്റേ കാം. അവൾക്കറിയാം അവൾ സ്കേർഡാണ്, അവൾ പേടിച്ചിട്ടാണുള്ളത്. പക്ഷെ അവൾക്കറിയാം എന്ത്? ടു സ്റ്റേ കാമായിട്ട് നിന്നേ ഇപ്പോൾ പറ്റുള്ളൂ. ഐസക് കരയുമ്പോൾ കൂടെ താനും കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസക്കിന് വീണ്ടും ടെൻഷൻ ആവും അല്ലേ. ഷീ ലുക്ക്ഡ് എവ്രിവർ. അവൾ എല്ലായിടത്തേക്കും നോക്കി. സഡൻലി
വളരെ പെട്ടെന്ന് എന്ത് ചെയ്തു, ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. പെട്ടെന്ന് എന്ത് ചെയ്തു, അവൾക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. അവളുടെ ഗ്രാൻഡ് മദറുമായിട്ട് അവളൊരു ഗെയിം കളിക്കലുണ്ടായിരുന്നു. ആ ഗെയിമിനെ കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നു. ഷീ റിമെമ്പേർഡ് ഹെർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ 101 ഇൻ ടൈംസ് ഓഫ് എമർജൻസി. അവൾ എന്താ ഓർത്തെടുത്തത് നോക്കിയേ. അവൾ ഓർത്തെടുത്തത് എന്താണ്, ഗ്രാൻഡ് മദറുമായിട്ട് അവളൊരു ഗെയിം കളിക്കലുണ്ടായിരുന്നു. 101 കോൾ ചെയ്യുന്ന എമർജൻസി നമ്പറിലേക്ക് കോൾ ചെയ്യുന്ന ഒരു ഗെയിം കളിക്കലുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അവർ ചോദിക്കലേ, വാട്ട്സ് യുവർ നെയിം, എന്താ നിങ്ങളെ പേരെന്താ, വേർ ഡു യു ലീവ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അല്ലേ. ദിൽന റിയലൈസ്ഡ് ദിസ് വാസൻറ്റ് എ ഗെയിം എനിമോർ, ഷീ നോ വാട്ട് ഷീ ഹാഡ് ടു ഡു. ദിൽന റിയലൈസ് ചെയ്തു, മനസ്സിലാക്കി, എന്ത്, അതൊരു ഗെയിം മാത്രമായിരുന്നില്ല അല്ലേ. ഷീ നോ വാട്ട് ഷീ ഹാഡ് ടു ഡു, എന്താണ് ചെയ്യേണ്ടത് എന്ന് അവൾക്കപ്പോൾ മനസ്സിലായി. ഓക്കെ, അവിടെ അതിനെയും ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കിയേ. വൈ ഡിഡ് ദിൽന സ്റ്റേ കാം, എന്തുകൊണ്ടാണ് ദിൽന കാമായി നിന്നത്, എന്തുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷൻ പാനിക് ആവരുത് എന്ന് കരുതിയിട്ടാണ് അല്ലേ. എന്താണ്, she is the elder child, so she had to do something. Okay, then second question, okay, what was the game that Dilna used to play with her grandmother. ഗ്രാൻഡ്മദറിൻ്റെ കൂടെ കളിക്കുന്ന എന്തായിരുന്നു, കോളിംഗ് ഗെയിം അല്ലേ. 101 കോളിംഗ് ഗെയിം ആയിരുന്നു കളിച്ചത്. വാട്ട് ഡു യു തിങ്ക് ദിൽന ഈസ് ഗോയിങ് ടു ഡു, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ദിൽന നെക്സ്റ്റ് ടൈം എന്തായിരിക്കും ചെയ്യാൻ പോവുക, എന്തായിരിക്കും, തീർച്ചയായിട്ടും ആ 101 കോൾ ചെയ്ത് സംസാരിക്കൂ അല്ലേ. ഓക്കെ, അപ്പോൾ let's move on to the next page, the call for help. അവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട്, ദിൽന 101 വിളിക്കുന്നതാണ് കാണുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ദിൽന വിളിക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഷീ റാൻ ടു ദി ഫോൺ ആൻഡ് ഡയൽഡ് 101 ദ ഹെൽപ്പ് ലൈൻ നമ്പർ. അവൾ ഫോണിൻ്റെ അടുത്തേക്ക് ഓടി, എന്നിട്ട് ഹെൽപ്പ് ലൈൻ നമ്പറായ 101 ഡയൽ ചെയ്തു. ഹെർ ഹാൻഡ്സ് വേർ ഷെയ്ക്കിങ്, അവളുടെ കൈ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, വിറക്കുന്നുണ്ടായിരുന്നു. അവൾ ധൈര്യമൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ അവൾ കാമായിട്ട് നിന്നു, എന്നാലും അവൾക്ക് പേടിയുണ്ട് അല്ലേ, കൈയൊക്കെ ഫോൺ വിളിക്കുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു. എ ലേഡീസ് വോയിസ് കെയിം ഓൺ ദി ലൈൻ, ഒരു സ്ത്രീയുടെ വോയിസ് 101 ഡയൽ ചെയ്തപ്പോൾ അപ്പുറത്ത് ഒരു സ്ത്രീയുടെ വോയിസ് ആണ്, ഒരു ലേഡിയുടെ വോയിസ് ആണ് കേട്ടത്. 101 വാട്ട്സ് യുവർ എമർജൻസി. അപ്പോൾ അവിടുന്ന് എന്താ ചോദിക്കുന്നത്, ഇത് 101 ആണ്, എന്താണ് നിങ്ങളുടെ എമർജൻസി എന്താണ് എന്ന് ചോദിക്കുകയാണ്. ദിൽന ടുക്ക് എ ഡീപ് ബ്രീത്ത്, ദിൽന ഒരു ദീർഘശ്വാസം എടുത്തു. ഹലോ മൈ നെയിം ഈസ് ദിൽന. അപ്പോൾ ദിൽന ഒരു ദീർഘശ്വാസം എടുത്തു, എന്നിട്ട് പറയാണ്, എൻ്റെ പേര് ദിൽന എന്നാണ്. മൈ മോം ഈസ് ലൈങ് സ്റ്റിൽ ഓൺ ദി ഫ്ലോർ, എൻ്റെ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോറിൽ തറയിൽ വീണ് കിടക്കുകയാണ്. ബട്ട് ഐ കാൻറ്റ് വേക്ക് ഹെർ അപ്പ്, എനിക്ക് അവരെ അമ്മേനെ എന്ത് ചെയ്യുന്നില്ല, എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ദ ലേഡി ആസ്റ്റ്, അപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് 101 ഫോൺ എടുത്ത് ലേഡി ചോദിക്കുകയാണ്, വെർ ഇസ് യുവർ ഫാദർ എവിടെ പോയിട്ടുണ്ടാവും. ദിൽന റിപ്ലൈഡ്, ഹി ഈസ് വർക്കിംഗ് അബ്രോഡ്, എന്താണ്, ഫാദർ എവിടെയാണ്, അബ്രോഡാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ, വിദേശത്താണ്, ഗൾഫിലാണ്. കണ്ടില്ലേ, ഇപ്പറന്നൊരു ലേഡി കണ്ടില്ലേ ഫോൺ എടുത്തിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് പേജ്. ഇനി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം അപ്പുറത്തെ ലേഡി പറയണം, ഓക്കെ ദിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ്. ദ ലേഡി സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി. അപ്പോൾ അപ്പുറത്തെ ലേഡി പറയാണ്, ഓക്കെ ദിൽന, നീ ചെയ്തത് വലിയൊരു ഗ്രേറ്റ് ജോബാണ്, അപ്പോൾ നീ എന്ത് ചെയ്യണം, നിൻ്റെ അഡ്രസ്സ് ഒന്ന് പറയുമോ. കുറച്ച് സോഫ്റ്റായിട്ട്, ചെറിയൊരു കുട്ടിയാണ്, 8 ഇയർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് സോഫ്റ്റായിട്ടാണ് പറയുന്നത് അല്ലേ, പക്ഷേ സീരിയസുമാണ്. ദിൽന റിമെമ്പർ ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി. ദിൽന ലൗഡ്ലി ഉറക്കെയും അതുപോലെ ക്ലിയർ ആയിട്ടും എന്ത് ചെയ്തു, ദിൽന പറയുന്നുണ്ട്. എന്താ പറയുന്നത്, ജസ്റ്റ് ലൈക്ക് ഹെർ ഗ്രാൻഡ് മദർ ഹാഡ് ടോട്ട് ഹെർ. ഗ്രാൻഡ് മദർ ടോട്ട് മീൻസ് പഠിപ്പിക്കുക, ടീച്ച് മീൻസ് എന്താണ്, ടീച്ച്. ഗ്രാൻഡ് മദർ പഠിപ്പിച്ചതുപോലെ ഉറക്കെ പറയണം എന്ന് എന്ത് ചെയ്യുന്നു, അവൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ അവൾ പറയണം, ഐ ലീവ് അറ്റ് 1203 രാംനഗർ സ്ട്രീറ്റ് ഇൻ ചെറുവപ്പടി. ഞാൻ രാംനഗർ സ്ട്രീറ്റിലെ ചെറുവപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലേ, സ്ട്രീറ്റ് നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവിടെയാണെന്ന് പറയുന്നു. താങ്ക് യു ദിൽന, ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ദ ലേഡി സാഡ്, ലേഡി പറഞ്ഞു, സ്റ്റേ ഓൺ ദി ഫോൺ വിത്ത് മീ അൺടിൽ ദി ഫയർമാൻ ഗെറ്റ്സ് ദെയർ. ഓക്കെ, അപ്പോൾ നീ എന്ത് ചെയ്യുക, ഫോണ് കട്ട് ചെയ്യാതെ ഫോണിൽ തന്നെ നിൽക്കുക, അവിടെ ഫയർമാൻ അവിടെ വരുന്നത് വരെ നീ എന്ത് ചെയ്യുക, ഫോണ് കട്ട് ചെയ്യാതെ നിൽക്കണം. ദിൽന എഗ്രീഡ്, ദിൽന എന്ത് ചെയ്തു, ദിൽന എഗ്രി ചെയ്തു, ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ, ഹൂം ഡിഡ് ദിൽന കോൾ ഫോർ ഹെൽപ്പ്, ദിൽന ആരെയാണ് വിളിച്ചത്,
101 എമർജൻസി നമ്പറിലേക്കാണ് വിളിച്ചത് അല്ലേ. വാട്ട് ഡിഡ് ദ ലേഡി സേ? ലേഡി എന്താ പറഞ്ഞത്? ആ കാര്യങ്ങളൊക്കെ ചോദിച്ചു അല്ലേ. വീടും നെയിം ആൻഡ് അഡ്രസ്, ഫാദർ എവിടെ, വേർ ഈസ് യുവർ ഫാദർ അല്ലേ, കോളി കട്ട് ചെയ്യാതെ നിൽക്കണം, ഫയർമാൻ അവിടെ എത്തുന്നത് വരെ എന്നൊക്കെ പറഞ്ഞു. ഇഫ് യു വർ ദിൽന വാട്ട് വുഡ് യു ഡു? നിങ്ങളാണ് ദിൽന എങ്കിൽ, ദിൽനയുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? യെസ്, എന്താണ് ചെയ്യുക? ചിലപ്പോൾ നമ്മൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ കോൾ ചെയ്ത് വിളിക്കുമായിരിക്കും അല്ലേ. ദ റിലീഫ്. അപ്പോൾ അതാ ഫയർമാനൊക്കെ വീട്ടിലെത്തി. ദ റിലീഫ് തൊട്ടടുത്ത പേജാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. ദിൽന ഹിയർഡ് എ സൈറൻ ഓഫ് ദ അപ്രോച്ചിങ് ഫയർ എൻജിൻ. സൂൺ ദർ വാസ് എ നോക്ക് അറ്റ് ദി ഡോർ. അപ്പോൾ ദിൽന എന്ത് ചെയ്തു? ദിൽന ഫോൺ കട്ട് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ദിൽന ഒരു സൈറൻ കേൾക്കുന്നുണ്ട്. എന്താണ്? ഫയർ എൻജിൻ്റെ സൈറൻ ആണ്. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്തു? നോക്ക് അറ്റ് ദി ഡോർ. there was a knock. knock means എന്താണ്? വാതിൽ ഇങ്ങനെ മുട്ടുന്നതിനെയാണ് നോക്ക് എന്ന് പറയുന്നത്. ദ ലേഡി ഓൺ ദി ഫോൺ സൈഡ്. അപ്പോൾ ലേഡി ഫോൺ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഫോണിലൂടെ ലേഡി എന്ത് പറഞ്ഞു? ദിൽന, ഇറ്റ്സ് സേഫ് ടു ഓപ്പൺ ദി ഡോർ നൗ, ദ ഫയർമാൻ ആർ ദെയർ. ദിൽന, നീ പേടിക്കണ്ട. അതാരാണ് ഡോറിന് മുട്ടിയത്? ആരാണ്? ഫയർമാൻ ആണ്. എന്ത് ചെയ്തോ? ഡോറ് തുറന്നോളൂ. ഷീ റാൻ ടു ദി ഡോർ ആൻഡ് ഓപ്പൺ ഇറ്റ്. വാതിലിൻ്റെ അടുത്തേക്ക് ഓടി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വാതിൽ തുറന്നു. 2 firemen rushed in. 2 ഫയർമാൻ എന്ത് ചെയ്തു? അകത്തേക്ക് പെട്ടെന്ന് കയറി. ദിൽന led them to the living room. ദിൽന അവരെ പെട്ടെന്ന് എന്ത് ചെയ്തു? ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. her mother was still lying on the floor. അമ്മ അപ്പോഴും എവിടെയാണ്? ഫ്ലോറിൽ തന്നെ കിടക്കുകയാണ് അല്ലേ. ഓക്കെ. who came to help ദിൽന and ഐസക്? ദിൽനേനെയും ഐസക്കിനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാ അങ്ങോട്ടേക്ക് വന്നത്? യെസ്, ഫയർമാൻ ആണ്. ഓക്കെ. ടൈംലി ഹെൽപ്പ്. കൃത്യസമയത്ത് അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം. ദ ഫയർമാൻ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. ഫയർമാൻ എന്ത് ചെയ്തു? അമ്മേനെ ചെക്ക് ചെയ്തു, എന്നിട്ട് ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു. സ്ലോലി ഷീ ഓപ്പൺ ഹെർ ഐസ്. ദെൻ ദേ ഗേവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. അപ്പം എന്ത് ചെയ്തു? ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പം അമ്മ മെല്ലെ കണ്ണ് തുറന്നു. അപ്പം അമ്മക്ക് എന്ത് ചെയ്തു? കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. മോം, ഐസക് ഷൗട്ടഡ് വിത്ത് ജോയ്. അപ്പം ഐസക് ജോയ്, സന്തോഷം. ഐസക് സന്തോഷത്തോടെ ഉറക്കെ വിളിച്ചു, അമ്മേ, മോം എന്ന് വിളിച്ചു. മോം, ദസ് പീപ്പിൾ ഹെൽപ്ഡ് us. ദിൽന സെഡ്. അമ്മേ, ഇവരാണ്, ഈ പീപ്പിളാണ് നമ്മളെ രക്ഷിച്ചത്. ഓക്കെ, താങ്ക് യു. ദ മദർ സെഡ് softly smiling at the fireman. ഫയർമാനെ നോക്കിയിട്ട് അമ്മ എന്ത് ചെയ്തു? താങ്ക് യു പറയാണ് കേട്ടോ. One of the firemen said to the mother, your daughter did a great job. She is a hero. അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, ഒരു ഹീറോനെ കുറിച്ചിട്ടാണ്, നമ്മളെ ലിറ്റിൽ ഹീറോനെ കുറിച്ചിട്ടാണ് നമ്മളെ ചാപ്റ്ററിന്. അപ്പോൾ ഫയർമാൻ പറയുന്നത് എന്താ നോക്കിയേ? നിങ്ങളുടെ മദർ, യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. നിങ്ങളുടെ മകള് ചെയ്തത് ഒരു വലിയ ജോലിയാണ്. ഷീ ഈസ് എ ഹീറോ. അവൾ എന്താണ്? ഒരു ഹീറോ ആണ്. ദിൽന ഫെൽറ്റ് ഹാപ്പി. ദിൽനക്ക് വളരെ സന്തോഷമായി. ആക്ച്വലി ഐ വാസ് സ്കെയർഡ്. ദിൽന അഡ്മിറ്റഡ്. ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു. ദ ഫയർമാൻ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് ഹെർ. ആക്ച്വലി ഐ വാസ് സ്കെയർഡ്. ശരിക്കും ഞാൻ പേടിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതെല്ലാം സമ്മതിച്ചു. ഞാൻ ശരിക്കും പേടിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിച്ചു. അങ്ങനെയാണ് എന്ത് ചെയ്തത്? യെസ്, ഫയർമാനെ വിളിച്ചത്. അപ്പം ഫയർമാനെ അവളൊന്ന് സ്മൈൽ ചെയ്തിട്ട് അവളൊന്നിനെ പുറത്ത് തട്ടുകയാണ് കേട്ടോ. ഓക്കെ, നോക്കിയേ, അവരൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കണ്ടോ? പിക്ചറിൽ കാണുന്നുണ്ട്. അമ്മ എഴുന്നേറ്റു അല്ലേ. 2 ഫയർമാൻസ് ഉണ്ട് അവിടെ. ദിൽനയും ഐസക്കും ഉണ്ട് അല്ലേ. നോക്കാം. വാട്ട് ഡിഡ് ദ ഫയർമാൻ ഡു ടു വേക്ക് മദർ അപ്പ്? മദറെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അമ്മയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഫയർമാൻ എന്താ ചെയ്തത്? ഫസ്റ്റ് എയ്ഡ് കൊടുത്തു അല്ലേ. കണ്ണ് ഓപ്പൺ ചെയ്തു വന്നപ്പോൾ എന്ത് ചെയ്തു? വെള്ളം കൂടി കൊടുത്തു. വൈ ഡിഡ് ദ ഫയർമാൻ സേ ദാറ്റ് ദിൽന വാസ് എ ഹീറോ? എന്തുകൊണ്ടാണ് ഫയർമാൻ ദിൽന ഹീറോ ആണെന്ന് പറയാൻ കാരണം? യെസ്, ദിൽന കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്തു? ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു. ദിൽന വിളിച്ചത് കൊണ്ടാണ് അവർ വന്നത് അല്ലേ. അവാർഡ് ഫോർ ബ്രേവറി. ഓക്കെ, നോക്കിയേ, ദിൽനക്ക് ഒരു അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഒരു പിക്ചർ കണ്ടോ? ദിൽന എത്ര ഹാപ്പിയാ നോക്കി. എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഐസക് കണ്ടോ അമ്മയുടെ ബേക്കിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നത്. ഓക്കെ. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ഫയർമാൻ ഇൻവൈറ്റഡ് ദിൽന ടു ഫയർ സ്റ്റേഷൻ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഫയർമാൻ ദിൽനനെ ഫയർ സ്റ്റേഷനിലേക്കൊക്കെ വിളിക്കുന്നുണ്ട്. ദേ ഗേവ് ഹെർ ആൻ അവാർഡ്. അവർ ദിൽനക്ക് ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. ഷി ഡിഡ്ന്റ്
റിയലി ഫീൽ ലൈക്ക് എ ഹീറോ. അപ്പോൾ അവൾക്ക് ശരിക്കും എന്ത് ചെയ്തു, ആ ഒരു ഹീറോ ആയിട്ടുള്ള ഫീലൊക്കെ ചെയ്തു. ഷി വാസ് ഗ്ലാഡ് ടു ഹെർ മദർ വാസ് സേഫ്. അവൾക്ക് ഒരു ഹീറോ ആയിട്ട് അവൾക്ക് എന്ത് ചെയ്തില്ല, അവൾക്ക് ഹീറോ ആയിട്ട് തോന്നിയില്ല, ഫീൽ ചെയ്തില്ല. അവൾക്ക് അവളെ അമ്മയെ രക്ഷിക്കാൻ പറ്റി, അമ്മയെ സേഫായിട്ട് രക്ഷിക്കാൻ പറ്റിയതിലുള്ള സന്തോഷമാണ് ഉണ്ടായത്. ആസ് ദേ ലെഫ്റ്റ് ദ ഫയർ സ്റ്റേഷൻ ദിൽന ടേൺ ടു ഐസക് ആൻഡ് സെഡ്. അവർ ഫയർ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ ദിൽന ഐസക്കിനോട് പറയാണ്, യു നോ, in a emergency it's important to know what to do. നിനക്കറിയോ, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ല, അത്യാവശ്യമാണ്. ഐ വിൽ ടീച്ച് യു ജസ്റ്റ് ലൈക്ക് ഗ്രാൻഡ് മദർ ടോട്ട് മീ. ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഗ്രാൻഡ് മദർ ടോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ടീച്ച് പഠിപ്പിക്കുക എന്നാണ്. അപ്പോൾ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം, ഗ്രാൻഡ് മദർ എന്നെ പഠിപ്പിച്ചതുപോലെ ഞാൻ നിന്നെയും പഠിപ്പിച്ചു തരാം. ഐസക് ലുക്ക്ഡ് അറ്റ് ഹിസ് സിസ്റ്റർ ആൻഡ് സ്മൈൽഡ്. ഐസക് ദിൽനെ നോക്കിയിട്ട് എന്ത് ചെയ്തു, ചിരിച്ചു. താങ്ക്സ് ദിൽന, യു ആർ ദി ബെസ്റ്റ്. അല്ലേ, നന്ദിയുണ്ട് ദിൽന, നീ എന്താണ്, നീ ബെസ്റ്റ് ആണ്, നീയാണ് ബെസ്റ്റ്. ഓക്കെ. വൈ ഡിഡ് ദി ഫയർമാൻ ഇൻവൈറ്റ് ദിൽന ടു ദി ഫയർ സ്റ്റേഷൻ? എന്തിനാണ് ഫയർ സ്റ്റേഷനിലേക്ക് ദിൽനെ വിളിപ്പിച്ചത്? എന്തിനാണ് വിളിപ്പിച്ചത്? അവൾക്കൊരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഓക്കെ. വൈ ഡിഡിൻ ദിൽന കൺസിഡർ ഹെർസെൽഫ് എ ഹീറോ? എന്തുകൊണ്ടാണ് ദിൽനക്ക് താനൊരു ഹീറോ ആയി മാറി, അതുകൊണ്ടാണ് അവാർഡ് തരുന്നത് എന്ന് അവള് അങ്ങനെ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണോ? അവൾ അമ്മേനെ സേഫ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവൾക്ക് ഒരിക്കലും തോന്നിയില്ല അമ്മേനെ സേഫ് ചെയ്തിട്ട് ഞാൻ ഹീറോ ആയി തോന്നില്ല. അവൾ അമ്മേൻ്റെ ലൈഫ് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ശ്രമിച്ചത്. ഓക്കെ. വാട്ട് ലെസൺ ഡിഡ് യു ലേൺ ഫ്രം ദി സ്റ്റോറി? അത് നിങ്ങൾ തന്നെ എഴുതാം. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്റ്റോറി റീഡ് ചെയ്ത് കഴിഞ്ഞപ്പം എന്താണ് കിട്ടുന്ന ഒരു മോറൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം എഴുതാം. എന്തായിരിക്കാം? ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് ദിൽനയും ഐസക്കും ആണ് മെയിൻ ക്യാരക്ടേഴ്സ്. ഒക്കെ അവരെ അമ്മ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പെട്ടപ്പോൾ അവരെ അമ്മേനെ എന്ത് ചെയ്തു, ഹെൽപ്പ് ചെയ്തു, സേഫ് ചെയ്തു, രക്ഷിച്ചു. ഓക്കെ. താങ്ക് യു.